ഹായ്, ഞാൻ അനുദീപ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വലിയൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വഴി, നിങ്ങളുടെ പഠനം എളുപ്പമാക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരാനാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. ബിക്കോസ് വളരെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. സിവിൽ സർവീസസിന് ഉപയോഗിക്കുന്ന അതേ തന്ത്രങ്ങൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം പ്രിലിംസ് ഒബ്ജക്റ്റീവ് ആണ്, മെയിൻസ് പരീക്ഷ ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന കാര്യങ്ങൾ മെയിൻസിന് ഉപകാരപ്പെടുത്തിയെടുക്കണം. പോട്ടെ, നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനോ സബ് ഇൻസ്പെക്ടറിനോ പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കുമല്ലോ. അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പോലും KAS മെയിൻസിന് വളരെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ആ ഒരു സ്ട്രാറ്റജിക്കൽ മൈൻഡ്, ഒരു വിന്നേഴ്സ് മൈൻഡ് സെറ്റ് വെച്ച് തന്നെ കാണുക. ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഇന്നത്തെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ കൊടുത്തേക്കാം. കുറച്ച് മെയിൻസിന്റെ ചോദ്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ആൻസർ എഴുതിയിട്ടാണെങ്കിൽ കറക്റ്റ് ചെയ്ത് തരാം. അപ്പോൾ ചാനലിന്റെ ലിങ്ക്, ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പോയിന്റ് നമ്പർ 1 എന്ന് പറയുന്നത്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഒരൊറ്റ സിലബസ് ആണ്. പ്രിലിംസിനും മെയിൻസിനും വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ പ്രിലിംസിന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൻസിന് ഉപകാരപ്പെടുത്തിയെടുക്കണം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ് മെയിൻസിന് ഇല്ല, അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. GK വിഷയങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേരള ഹിസ്റ്ററി എന്തായാലും KASന് വേണ്ടി പഠിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനോ സബ് ഇൻസ്പെക്ടറിന് വേണ്ടി പഠിക്കും. അപ്പൊ അത് മെയിൻസിന്റെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിൽ വരാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ മറ്റൊരു സത്യം തിരിച്ചറിയുക, ഇവിടെ പ്രിലിംസ് ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. നമുക്കറിയാം വേക്കൻസി കുറവാണ്. അത്തരത്തിലെ വേക്കൻസികൾ കുറവുള്ള പരീക്ഷകൾക്ക് പൊതുവെ പ്രിലിമിനറി ഘട്ടത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പൊഴിഞ്ഞു വന്നത്. ഒരുപക്ഷെ മെയിൻസിന് അത്യാവശ്യം എന്നിട്ട് ആൻസർ എഴുതാൻ കഴിവുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ പ്രിലിംസിൽ തോറ്റെന്നിരിക്കാം. അപ്പോൾ മെയിൻസ് പരീക്ഷയ്ക്ക് വരുമ്പോൾ ആൻസർ റൈറ്റിംഗ് എഴുതാൻ സ്കില്ലുള്ള ആൾക്കാരെക്കാളും ഇങ്ങനെ ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് സ്കില്ലുള്ള ആൾക്കാർക്ക് മെയിൻസ് എഴുതുക. അപ്പൊ മെയിൻസിൽ കോമ്പറ്റീഷൻ കുറയാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വലിയ അവസരമാണ് നിങ്ങൾക്കുള്ളത്. പ്രിലിംസ് എന്നൊരു കടമ കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിന്റെ ഒരു ഫ്രെയിം വർക്ക് എങ്ങനെയാണ്, തന്ത്രം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്റെ റിക്വസ്റ്റ്, ഞാൻ അന്നും ഇന്നും പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനോ സബ് ഇൻസ്പെക്ടറോ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടല്ലോ, ആ ഒരു നോളജ് വെച്ചെങ്കിലും നിങ്ങൾ KS പരീക്ഷ എഴുതാൻ നോക്കുക. വിജയിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെ എന്താണെന്നുള്ള കാര്യം. പരീക്ഷ എഴുതാൻ ആരും ഇരിക്കില്ല, എനിക്ക് അത്ര വളരെ. എല്ലാവരും ഈ പരീക്ഷ പോയി എഴുതിയിരിക്കണം. നമുക്ക് കോമ്പറ്റീഷൻ മാക്സിമം പുഷ് ചെയ്യണം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. മെയിൻസ് പരീക്ഷ ഡിസ്ക്രിപ്റ്റീവ് നിലവാരത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. അയ്യോ, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ, ഈ ആൻസർ ഒക്കെ നമ്മൾ എപ്പോൾ എഴുതും, എന്ത് ചെയ്യും മല്ലയ്യ എന്നായിരിക്കും ആൾക്കാർ വിചാരിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകൾ ഒബ്ജക്റ്റീവ് പരീക്ഷകളെക്കാൾ എളുപ്പമാണ്. കാര്യം അവിടെ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെടത്തില്ല, അല്ലെങ്കിൽ ഓപ്ഷൻസ് അത് കൺഫ്യൂഷൻ വരത്തില്ല. നമ്മൾ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ നല്ലത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകൾ തന്നെയാണ്. അതുകൊണ്ടാണ് സ്കൂളിലും കോളേജിലും ഒക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. PSC അല്ലെങ്കിൽ UPSC പഠനം തുടങ്ങിയപ്പോഴായിരിക്കും നിങ്ങൾ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ കണ്ടു തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് ഈ ചോദ്യമൊന്നും കണ്ട് ഞെട്ടണ്ട. എങ്ങനെയാണ് തന്ത്രപരമായി ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ചോദ്യങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന് അറിയണമല്ലോ. ഇതിപ്പം കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്. ഇന്ത്യൻ റിനൈസൻസ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ നവോത്ഥാനം, നമുക്കറിയാം രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്ന നവോത്ഥാനം, അത് എങ്ങനെയാണ് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പുതിയൊരു വ്യക്തിത്വം നൽകിയത്, ഇതാണ് ചോദ്യം. അതേ വർഷം തന്നെ 2019 തന്നെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഇതിന് സമാനമായ ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ത്യൻ നവോത്ഥാനം എങ്ങനെയാണ് ഇന്ത്യൻ ദേശീയതയ്ക്ക് പുതിയ വ്യക്തിത്വം നൽകിയത്, നാഷണൽ ഐഡന്റിറ്റി ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഐഡന്റിറ്റി ഓഫ് ഇന്ത്യൻ വുമൺ ആണ്. അപ്പൊ അടുത്ത പ്രാവശ്യം എന്താവാം, ഐഡന്റിറ്റി ഫോർ ഇന്ത്യൻ ട്രഡീഷണൽ കൾച്ചർ, അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗത വാല്യൂസിന്റെ ഐഡന്റിറ്റി. ഇതിനൊക്കെ നമ്മൾ കുറച്ച് പോയിന്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ശൈലി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഒരു 1980 മുതലുള്ള സിവിൽ സർവീസസിന്റെ ചോദ്യ പേപ്പർ നിങ്ങൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കുറെ ചോദ്യങ്ങൾ KAS പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചുകൾ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. അത് തീവ്രമായ ക്ലാസ്സുകളും സിവിൽ സർവീസസ് മോഡൽ ചോദ്യങ്ങൾ വെച്ച് തന്നെയാണ് ഞങ്ങൾ ക്ലാസ് ഹാൻഡിൽ ചെയ്തത്. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ചോദ്യ പേപ്പറുകളൊക്കെ ഫ്രീ ആയിട്ട് പുറത്ത് കിട്ടും. നിങ്ങൾ അതെടുത്ത് പഠിക്കുക, അനലൈസ് ചെയ്യുക, ആൻസർ റൈറ്റിംഗ് മാക്സിമം നടത്തുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താൻ പറ്റുമോ നോക്കിയാലോ. ഞാൻ സംശയം ചോദിച്ചോട്ടെ, PSCക്ക് വേണ്ടി LDCക്ക് തയ്യാറെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും രാജാറാം മോഹൻ റോയെ പറ്റി പഠിക്കും. അദ്ദേഹം സതി നിരോധിക്കാൻ അദ്ദേഹം നടത്തിയ കാര്യങ്ങളെ പറ്റി പഠിക്കും. അല്ലെങ്കിൽ വിധവാ പുനർവിവാഹം, വിഡോ റീ മാരേജസ് ആക്ടിന് വേണ്ടി ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ നടത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വുമൻസ് യൂണിവേഴ്സിറ്റി DK കാർവേ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ ബ്രഹ്മസമാജ് അല്ലെങ്കിൽ ആര്യ സമാജ്,
പ്രാർത്ഥനാ സമാജ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ PSC പിള്ളേരും പഠിക്കുന്നതാണ്. അത് തന്നെയല്ല ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് നോക്കിയേ, ഇന്ത്യൻ റിനൈസൻസ് എങ്ങനെയാണ് സ്ത്രീകൾക്ക് പുതിയ വ്യക്തിത്വം നൽകിയത്? പണ്ട് കാലത്ത് തന്നെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിച്ചു. സ്ത്രീക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്നും സ്ത്രീക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു. രാജാറാം മോഹൻ റോയ് സതി നിർത്തലാകുന്നു. എന്താ, ഭർത്താവ് മരിച്ച പിന്നെ സ്ത്രീയെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, സ്ത്രീ പോയി ആത്മഹത്യയാണെന്ന് പറഞ്ഞ ആചാര്യ സതി. സതി നിർത്തലാക്കുന്നത് സ്ത്രീകൾക്ക് കിട്ടിയ പുതിയൊരു വ്യക്തിത്വത്തിന്റെ മാനമാണത്. ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എന്താ വലിയ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പഠിച്ചതെല്ലാം കയ്യിൽ നിന്ന് പോകും. നിങ്ങൾ പ്രിലിംസിന് പഠിച്ച അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ മെയിൻസിന് എഴുതി വെക്കേണ്ടത്. രാജാറാം മോഹൻ എങ്ങനെയാണ് ഇന്ത്യൻ സ്ത്രീകൾക്ക് പുതിയ ഒരു വ്യക്തിത്വം, ഒരു ഐഡന്റിറ്റി നവോത്ഥാനത്തിന്റെ ഭാഗമായി ലഭിച്ചത്? നമുക്കറിയാം, രാജാറാം മോഹൻ റോയ്, നമുക്ക് എക്സാമ്പിൾസ് ഇഷ്ടം പോലെ കൂടെ. രാജാറാം മോഹൻ റോയ് സതി നിർത്തലാക്കാൻ വേണ്ടി പ്രയത്നിച്ച കാര്യം, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകൾക്ക് പുതിയ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയായിരിക്കും, നമുക്കറിയാം. അല്ലെങ്കിൽ സ്ത്രീകൾ വിദ്യാഭ്യാസം കിട്ടുമ്പോഴാണല്ലോ ഒരാളുടെ വ്യക്തിത്വം പരുവപ്പെടുന്നത്. അങ്ങനെ വുമൻസ് യൂണിവേഴ്സിറ്റി DK കർവേ കൊണ്ടുവരുന്നു. അങ്ങനെ ഏകദേശം 1921 ശേഷം നമുക്ക് സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നത് വ്യക്തിത്വത്തിന്റെ ഐഡന്റിറ്റിയുടെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ്. ഇതൊക്കെ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന കാര്യങ്ങൾ. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കേണ്ടത്. ഡിസ്ക്രിപ്റ്റീവ് ശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി മാത്രം എഴുതിയാൽ മതി. ബ്രഹ്മസമാജ്, ആര്യ സമാജ് പോലുള്ള അസോസിയേഷൻസിനെ കോട്ട് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. പ്രിലിംസിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ പോയിന്റുകളും മെയിൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകണം. നമ്മൾ എപ്പോഴും പഠിക്കുന്ന എക്സാം ഹാളിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ആയിരിക്കണം, അത് പണ്ഡിതനാവാൻ വേണ്ടി ആവരുത്. ഇപ്പൊ ഞങ്ങൾ ടീച്ചേഴ്സിന് വാരി വലിച്ച് പഠിച്ച് വാരി വലിച്ച് വായിച്ച് ഹോംവർക്ക് നടത്തിയേ പറ്റുള്ളൂ. പക്ഷേ ആസ് എ സ്റ്റുഡന്റ്, വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങൾ എക്സാം ഹാളിൽ ആ 2 മണിക്കൂർ സമയം, മെയിൻസിന് 2 മണിക്കൂർ സമയം പെർഫോം ചെയ്യാൻ വേണ്ടി ആയിരിക്കണം പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം സിവിൽ സർവീസസിൽ പരിശീലിച്ച ഒരാൾക്ക് ഇതിന്റെ ഉത്തരം വളരെ ഈസി ആയിട്ട് എഴുതാം. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. നമുക്കിനി കേരള ഫാക്ട് വെച്ചൊരു ചോദ്യം പരിശീലിച്ച് നോക്കിയാലോ. കേരള ഫാക്ട് ചോദ്യം എന്താണ്? ഹൗ ഡു യു ലൊക്കേറ്റ് പൊയ്കയിൽ അപ്പച്ചൻ ഹു കോൺടെസ്റ്റഡ് കാസ്റ്റ് സ്ലേവറി ആൻഡ് റിക്കവേർഡ് സ്ലേവ് എക്സ്പീരിയൻസസ് ഇൻ കൊളോണിയൽ കേരള? കാര്യം പൊയ്കയിൽ അപ്പച്ചൻ നമുക്കറിയാം, അദ്ദേഹം കേരളത്തിൽ നിലനിന്നിരുന്ന അടിമത്വ വ്യവസ്ഥിതിക്കും ജാതി ചിന്തയ്ക്കും എതിരായിട്ട് ധാരാളം പ്രവർത്തിച്ച വ്യക്തി. അപ്പൊ അദ്ദേഹത്തെ പറ്റിയാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇതൊക്കെ എന്താണ് ഇതൊക്കെ എത്ര എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ എല്ലാവരും പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്കയിൽ അപ്പച്ചൻ സ്ഥാപിച്ചാൽ നമുക്കറിയാം. അതിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളല്ല ഇത്. കാസ്റ്റ് സ്ലേവറി അല്ലെങ്കിൽ സ്ലേവ് എക്സ്പീരിയൻസ്, കേരളത്തിൽ നിന്ന് ജാതീയമായ അടിമത്വത്തിനെതിരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചത് പ്രത്യക്ഷ രക്ഷാ ദേവസഭയിൽ കൂടെയാണെന്ന് PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഫാക്ട് ആണ്. ആദി ലഹള എന്നൊരു പ്രൊട്ടസ്റ്റ് നമുക്കറിയാം. കേരളത്തിലെ ഇത്തരം സാഹചര്യങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ ആദി ലഹള അല്ലെ. രണ്ടാമത്തെ പോയിന്റ് ആയി. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ദളിതർക്ക് വേണ്ടി സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ സ്ലേവറിക്കെതിരായിട്ടും ജാതി ചിന്തക്കെതിരായിട്ടുമുള്ള അമ്പുകൾ തന്നെയായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് ഇവിടെ എഴുതി വെച്ചാൽ മതി. നമുക്കറിയാം, ഈ ആദി ലഹളയുടെ ഭാഗമായിട്ട് അദ്ദേഹം തീവ്രമായി ഈ ക്രിസ്ത്യൻ റിലീജിയന്റെ ഉള്ളിൽ തന്നെയുള്ള ഇൻഇക്വാളിറ്റീസിനെതിരായിട്ട് ഘോരം വാദിക്കുന്നുണ്ട് അല്ലെ. പിന്നെ ദ്രാവിഡ ദളിത് എന്നൊരു കോൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവരുന്ന എല്ലാവർക്കും അറിയാം അല്ലെ, ദ്രാവിഡ ദളിത്. പോട്ടെ, അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലെ മെമ്പർ ആയിരുന്നു എന്ന് റാങ്ക് ഫയൽ വായിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയാം. അപ്പൊ ശ്രീമൂലം പ്രജാസഭയിലെ മെമ്പറായിട്ട് അദ്ദേഹം പല കാര്യങ്ങളും ദളിതർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രിലിംസിന് പഠിക്കുന്ന ഇത് എഴുതാനുള്ള സമയമേ നമുക്ക് മെയിൻസിനുണ്ട്. അല്ലാതെ റിസർച്ച് എടുത്ത് ആരും കേൾക്കാത്ത പോയിന്റുകൾ വളരെ സീക്രട്ടീവ് ആയിട്ട് എഴുതി വെക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആൻസർ കീ, എക്സാമിനറിന്റെ കയ്യിൽ ആൻസർ കീ ആണ്. ആൻസർ കീയിലെ പോയിന്റുകൾ ഇത് തന്നെയായിരിക്കും. അപ്പൊ ഇത് തന്നെ നിങ്ങൾ പേപ്പറിൽ എഴുതി വെക്കണം. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്, പ്രിലിംസിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മെയിൻസിന് യൂസ്ഫുൾ ആക്കി എടുക്കണം. അത് ഇങ്ങനെ തന്നെ പഠിക്കുക. മെയിൻസ് പരീക്ഷ ഡിസ്ക്രിപ്റ്റീവ് ആണ്, വലിയ പ്രശ്നമാണെന്ന് കാര്യം നിങ്ങൾ ടെൻഷൻ അടിച്ച് മുന്നോട്ട് പോകേണ്ട. കാര്യം പ്രിലിംസ് ആയിരിക്കും ഈ പരീക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം തന്നെ ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ മെയിൻസിന്റെ ക്ലാസ്സസ്, ആൻസർ റൈറ്റിംഗ് ക്ലാസ് ഇപ്പോഴേ കൊടുത്തു തുടങ്ങുന്നുണ്ട്. കാര്യം നമുക്കൊരു മുൻകൈ എപ്പോഴും കിട്ടണമെങ്കിൽ മെയിൻസിന്റെ ഉത്തരങ്ങൾക്ക് നേരിട്ട് എഴുതി തുടങ്ങി വരത്തുള്ളൂ. ഞങ്ങൾ ഇപ്പൊ 3-4 ക്ലാസ് ആൻസർ റൈറ്റിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച ക്ലാസ്സിൽ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ രീതിയിൽ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്താൽ മതി. സ്ട്രീം 2, 3 ഇതിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിലും വലിയൊരു അവസരം നിങ്ങളുടെ കരിയറിൽ കിട്ടാൻ വേറെ ഉണ്ടാവില്ല. കാര്യം ഒന്ന് എക്സ്ട്രാ എഫേർട്ട് ഇടണം, കുറച്ച് സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അടിച്ചു പൊളിക്കുന്ന കുറച്ച് സമയം മാറ്റിച്ച് പഠിക്കുകയാണെങ്കിൽ, എനിക്കറിയാം നിങ്ങൾ വർക്കിംഗ് കാൻഡിഡേറ്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ സമയം കുറവാണെന്ന് അറിയാം. എന്നാലും നിങ്ങൾക്ക് കട്ട് ഓഫ് മറ്റുള്ളതിനേക്കാൾ കുറവായിരിക്കും.
അത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കട്ടയ്ക്ക് കുത്തിയിരുന്ന് പഠിക്കാം. നിങ്ങളുടെ കരിയർ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പരീക്ഷയായിരിക്കും വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഒരു അഫോർഡബിൾ കോഴ്സിന്റെ ഭാഗമായി പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പ്രിലിംസ് മെയിൻസ് അതിതീവ്രമായ ഇന്റർവ്യൂ ട്രെയിനിങ് എല്ലാം അടങ്ങുന്ന ബാച്ചിന് 5999 മാത്രമാണ് ഫീസ് വരുന്നത്. ഈ ഒരു നമ്പറിൽ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടും. ഇപ്പൊ എനിക്ക് വീഡിയോ കാണുന്ന നിങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്നൊരു കാര്യം, കമന്റ് സെക്ഷനിൽ ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ യൂട്യൂബ് വീഡിയോസ് ചെയ്യണോ വേണ്ടോ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ധാരാളം അവസരങ്ങളാണ് വരാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ KS ഇതിനൊക്കെ ഒറ്റപ്പെടുത്തം തന്നെ പഠിക്കുക. ഇന്റഗ്രേറ്റഡ് സ്റ്റഡി എന്ന് പറയും, ഇന്റഗ്രേറ്റഡ് ലേണിംഗ്. ഇപ്പൊ ഞാൻ തന്നെ ഒരേ സമയം എഴുതിയ പരീക്ഷകളിലാണ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം എല്ലാവരുടെ സിലബസ് സിമിലർ ആണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ സാധിക്കും. അങ്ങനെ ജീവിതം കെട്ടിപ്പിടിക്കുക, ഒരു നല്ല ജോലിയിൽ കൂടെ ലൈഫ് ബിൽഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.